അസിഡിറ്റി, പുളിച്ചു തികട്ടൽ, നെഞ്ഞെരിച്ചില്, വയറിന് സ്തംഭനം, വയറൊരു കല്ല് പോലെ നിൽക്കുക. ഇങ്ങനെ പല പേരുകളിലാണ് അല്ലെങ്കിൽ പല രൂപത്തിലാണ് ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റ്സ് നമ്മുടെ മുന്നിൽ വരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പലർക്കും പല രീതിയിൽ അല്ലെങ്കിൽ ഈ ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റ്സ് തന്നെ ഇത്ര കോമൺ ആയിട്ട് കാണുന്നത്? ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ തോന്നിയ പോലെ തിന്നത് കൊണ്ടാണ്. നമ്മുടെ ഇംപ്രോപ്പർ ഈറ്റിംഗ് ഹാബിറ്റ്, അതായത് ശരിയല്ലാത്ത ഭക്ഷണ രീതി. അതിനെയാണ് ഞാൻ നേരത്തെ തോന്നിയതുപോലെ തിന്നുകയെന്ന് പറഞ്ഞത്. ശരിയല്ലാത്ത ഭക്ഷണ രീതി കൊണ്ടാണ് ഇങ്ങനെ ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റ്സ് വളരെ പൊതുവെ കാണപ്പെടുന്നത്. നമ്മളൊരു എൻഡോസ്കോപ്പി ഒക്കെ എടുത്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ പലർക്കും വയറിൻ്റെ ഉള്ളിൽ അൾസറാണ്, പുണ്ണുണ്ട്, ഇല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ, നീർക്കെട്ടുണ്ട്. ഇതൊക്കെയായിരിക്കും മെയിനായിട്ടുള്ള ഒരു മുക്കാൽ ഭാഗം എൻഡോസ്കോപ്പി റിപ്പോർട്ട്സിൻ്റെ റിസൾട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ മെയിൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശരിയല്ലാത്ത ഭക്ഷണ രീതി. ഭക്ഷണം എപ്പോഴും വളരെ കൃത്യമായിട്ട് ചിട്ടയായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരിക്കലും സംസാരിക്കരുത്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് കഴിച്ച് തീർക്കാൻ ശ്രദ്ധിക്കരുത്. എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ എല്ലാവരും ജോലിക്ക് പോവാൻ ഇല്ലെങ്കിൽ സ്കൂളിലോട്ട് പോവാൻ ഒക്കെയുള്ള ഓട്ടത്തിലായിരിക്കും. അപ്പോൾ പോകുന്നതിന് മുമ്പ് വേഗം തിന്ന് തീർത്തിട്ട് ഓടുക എന്നുള്ളതായിരിക്കും പലരും ചെയ്യുന്നത്. അപ്പോൾ അതൊരിക്കലും ചെയ്ത് നമ്മൾ പോകുന്നതിൻ്റെ കുറച്ച് മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വളരെ സ്ലോ ആയിട്ട് സാവധാനത്തിൽ ചവച്ചരച്ച് നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും ഇനിയിപ്പോൾ ഒരു ചോറാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഓരോ മണിവറ്റും നമ്മൾ ചവച്ചരക്കുന്ന രീതിയിൽ വേണം ഭക്ഷണം കഴിക്കാൻ. ശരിക്കും നമ്മുടെ ദഹനം ആമാശയത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വയറിൽ നിന്ന് മാത്രമല്ല നടക്കുന്നത്, നമ്മുടെ വായിൽ നിന്ന് തുടങ്ങി ആമാശയത്തിൽ അവസാനിക്കുന്നതാണ് നമ്മുടെ ദഹനം. വായിൽ നിന്നേ തുടങ്ങും. നമ്മൾ ശരിയായ രീതിയിൽ ഭക്ഷണം ചവച്ചരക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ശരിയായ രീതിയിലുള്ള ദഹനം നടക്കുക. അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് ദഹനം സംഭവിക്കണം. അതിന് നമ്മൾ വളരെ സാവധാനം ഭക്ഷണത്തിൻ്റെ രുചി അറിഞ്ഞ് ചവച്ചരച്ച് കഴിക്കണം. പിന്നെ വളരെ പെട്ടെന്ന് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിച്ചൊക്കെ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്നതിൻ്റെ കൂടെ വായുവും നമ്മുടെ വയറിൻ്റെ ഉള്ളിലോട്ട് കയറി പോകുന്നുണ്ട്. അതും നമുക്കൊരു ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റ്സ്, ഒരു വയറ് വേർക്കുന്ന പോലെ ഇല്ലെങ്കിൽ മറ്റ് ദഹന പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാവുന്നുണ്ട്. അതുപോലെ ഒരിക്കലും ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കരുത്. ഒന്നെങ്കിൽ ഭക്ഷണത്തിന് കുറച്ച് മുമ്പ് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുക. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്, ഒരുപാട് നേരം വിശന്നിരിക്കരുത്. ഒരുപാട് നേരം വിശന്നിരിക്കുമ്പോൾ വയറിൽ ആസിഡ് സെക്രീഷൻ കൂടും. ആസിഡ് സെക്രീഷൻ കൂടുമ്പോൾ നമുക്ക് നെഞ്ഞെരിച്ചിൽ പോലുള്ള ഇതൊക്കെ ഉണ്ടാവും. പലരും ഈ നെഞ്ഞെരിച്ചിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ആസിഡ് സെക്രീഷൻ കൂടുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ആസിഡ് റിഫ്ലക്സ് വരുന്നതാണ്. നമുക്ക് ഭക്ഷണം വയറിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു വാൽവ് ഉണ്ട്. ഈ വാൽവ് നമ്മുടെ ആമാശയത്തിലോട്ട് ഭക്ഷണം എത്തിക്കഴിഞ്ഞാൽ ക്ലോസ് ആവും. അപ്പോൾ അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെ വയറിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ആസിഡൊക്കെ മുകളിലോട്ട്, ഈ വാൽവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മുകളിലോട്ട് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കയറ്റം അങ്ങനെ ആസിഡ് മുകളിലോട്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു നെഞ്ഞിരിച്ചിലോ അല്ലെങ്കിൽ അവിടെ ഒരു ഇറിറ്റേഷനോ ഡിസ്റ്റർബൻസോ ഒക്കെ ആയിട്ട് തോന്നാം. അതും ഒരു ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ ഭക്ഷണം ശരിയായിട്ട് നേരെ ഇരുന്ന് കഴിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരിക്കലും TV കണ്ട് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് മൊബൈൽ ഫോണിൽ എന്തെങ്കിലും റീൽസോ ഷോർട്സോ ഒക്കെ സ്ക്രോൾ ചെയ്തൊന്നും ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കരുത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ശരിയായ രീതിയിൽ ചവച്ചരക്കുകയില്ല ഭക്ഷണം. രണ്ടാമതായിട്ട് നമ്മൾ ഭക്ഷണത്തിൻ്റെ രുചി അറിയില്ല, ഭക്ഷണം ശരിയായിട്ട് ചവച്ചരക്കില്ല. അതുപോലെ തന്നെ ഒരിക്കലും ഭക്ഷണം കഴിക്കുമ്പോൾ TV കാണുകയോ അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീനിൽ നോക്കിക്കൊണ്ടോ ഭക്ഷണം കഴിക്കരുത്. പലരും എന്താ ചെയ്യാന്ന് വെച്ചാൽ അടുത്ത മൊബൈലുണ്ടാവും, ഒരു കയ്യിൽ മൊബൈലുണ്ടാവും, ഒരു കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. ഇതിൽ റീൽസോ ഷോർട്സോ എന്തെങ്കിലും സ്ക്രോൾ ചെയ്യുന്നുണ്ടാവാം. ഇതിലോട്ടായിരിക്കും എപ്പോഴും നമ്മുടെ കണ്ണ് പോകുന്നത്. ഇവിടെ നമ്മൾ എന്താ കഴിക്കുന്നത് എന്ന് പലരും കാണാറില്ല. അതെന്താണ്, അതങ്ങനെ ഒരു യാന്ത്രികമായിട്ട് അങ്ങനെ ഭക്ഷണം കഴിച്ചു പോവുക എന്നുള്ളത് മാത്രമാണ്. അപ്പം അതൊരിക്കലും ചെയ്യരുത്. അങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ രുചിയും അറിയില്ല, ഭക്ഷണം നമ്മൾ ചവച്ചരക്കുകയില്ല. അതങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ടൊരു റോബോട്ടിക് പ്രോസസ്സ് പോലെ അതങ്ങനെ വായിലോട്ട് വെക്കുന്നു, നമ്മൾ ഇറക്കുന്നു, വയറിലോട്ട് എത്തുന്നു, അത്രേ. അല്ലാതെ നമ്മൾ ഭക്ഷണം ചവച്ചരക്കുന്നില്ല. അപ്പം ഇതൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഭക്ഷണം അറിഞ്ഞുകൊണ്ട് എന്താണ് നമ്മൾ കഴിക്കുന്നത് അത് അറിഞ്ഞുകൊണ്ട് സാവധാനം സമയമെടുത്ത് കഴിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ളതാണ് നമ്മുടെ ഈ സോഡ ഐറ്റംസൊക്കെ. കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, സോഡ, അതുപോലെ പാക്കേജ്ഡ് ഡ്രിങ്ക്സൊക്കെ. ഇതിലൊക്കെ ഷുഗർ കണ്ടൻസ് കൂടുതലാണ്, പ്രിസർവേറ്റീവ്സ് കൂടുതലാണ്. അതൊക്കെ നമ്മുടെ ദഹനത്തെ ബാധിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട ഐറ്റംസാണ്. പിന്നെ അതുപോലെ നമുക്ക് ദഹനം ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് രാവിലെ എണീറ്റ ഉടനെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ഇളം ചൂട് വെള്ളം കഴിക്കുന്നത്. അതുപോലെ ദഹനം നല്ല രീതിയിൽ നടക്കാൻ ദിവസവും ഒരു തൈരോ യോഗട്ടോ ശീലമാക്കുന്നത് നല്ലതാണ്. തൈര് പറയുന്നത് നല്ലൊരു പ്രോബയോട്ടിക്കാണ്. വയറിൽ നല്ല ഗുഡ് ബാക്ടീരിയാസൊക്കെ നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന ഒന്നുമാണ്. അപ്പോൾ തൈര് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ
ഒരു നേരത്തെ ഭക്ഷണത്തിലെങ്കിലും ദിവസം ഉൾക്കൊള്ളിക്കുന്നത് നമ്മുടെ ദഹനം ശരിയായ രീതിയിൽ നടക്കാനും ഈ ഗുഡ് ബാക്ടീരിയാസ് നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ചിലർ സ്കൂളിലൊക്കെ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കുട്ടികൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ നിന്ന് കൊളീഗ്സിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുകയാണെങ്കിലൊക്കെ നമ്മൾ ചെയ്യുന്ന വളരെ സാധാരണയായിട്ട് കണ്ട് നമ്മൾ ചെയ്യുന്ന ഒന്നാണ് സംസാരിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ സംസാരിച്ച് ഉറക്കെ ചിരിച്ചുകൊണ്ടൊക്കെ ഭക്ഷണം കഴിക്കുന്നത്. ഇതും ഒരു തെറ്റായ ഭക്ഷണ രീതിയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ വായു ഉള്ളിലോട്ട് കയറാൻ സാധ്യതയുണ്ട്. അതുമൂലം നമുക്ക് ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റ്സ് വരും. പിന്നെ വീട്ടിൽ ഉച്ചഭക്ഷണത്തിനൊക്കെ ശേഷം അധികം ആളുകളും പൊതുവെ വീട്ടമ്മമാരായിരിക്കും കൂടുതൽ ചെയ്യുന്നൊരു കാര്യമാണ് ഒരു ചെറിയ മയക്കം. ഒരിക്കലും ഭക്ഷണത്തിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ കിടക്കരുത്. വളരെ ഭക്ഷണത്തിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അന്നനാളത്തിന് ചുറ്റും, അതായത് നമ്മുടെ ഭക്ഷണം വരുന്ന പൈപ്പിൻ്റെ അവിടെ ഒരു വാൽവുണ്ട്. അന്നനാളത്തിൻ്റെ താഴെ ഭാഗത്തൊരു വാൽവുണ്ട്. അപ്പോൾ ഈ ആമാശയത്തിലുള്ള നമ്മുടെ ഭക്ഷണം വയറിലോട്ട് എത്തുമ്പോൾ അവിടെ ആസിഡുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിൻ്റെ ദഹനത്തിനൊക്കെ വേണ്ടിയിട്ട് ആസിഡുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ വാൽവ് അടഞ്ഞാൽ ഈ ആസിഡുകൾ മുകളിലോട്ട് കയറില്ല. ഇതിവിടെ ടൈറ്റായിട്ട് അടഞ്ഞു നിൽക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ ഈ ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ലൂസായിട്ട് ആസിഡ് മുകളിലോട്ട് കയറാൻ ചാൻസ് ഉണ്ട്. അതുമൂലം നമുക്ക് പൊളിച്ചു തികട്ടലോ ഇല്ലെങ്കിൽ നെഞ്ഞെരിച്ചിലോ മുതലായ കംപ്ലയിൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിന് പകരം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ ചെറുതായിട്ട് എന്തെങ്കിലും എക്സസൈസ്, ഒന്നെങ്കിൽ നന്നായിട്ട് ഡീപ്പ് ബ്രീത്ത് എടുക്കുക, ഡീപ്പ് ബ്രീത്ത് എക്സസൈസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വെറുതെ ഒന്ന് നടക്കുക, മുറ്റത്തോ അകത്തോ ഒക്കെ വെറുതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കുക, ഒന്ന് റിലാക്സ്ഡ് ആവാൻ നടക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. പിന്നെ അതുപോലെ ഗ്യാസ് കുറക്കാൻ സഹായിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങളാണ് കഞ്ഞിവെള്ളം, തൈര്, മോര്, നമ്മുടെ തേങ്ങയുടെ വെള്ളം, അതുപോലെ പപ്പായ, ഇഞ്ചി, കക്കരിക്ക. ഈ ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ഗ്യാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. അതുപോലെ ഗ്യാസ് കൂട്ടുന്നതാണ് കോളിഫ്ലവർ, ക്യാബേജ്. കോളിഫ്ലവറും ക്യാബേജൊന്നും പലർക്കും അറിയലുണ്ടാവില്ല, അത് ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്. പക്ഷേ കോളിഫ്ലവർ, ക്യാബേജൊക്കെ ഗ്യാസ് ഉണ്ടാവാൻ കാരണമാവും. അതുപോലെ കടല ഐറ്റംസ് ഗ്യാസ് ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട്. പിന്നെ അതുപോലെ ഫ്രൈഡ് ഫുഡ്, ജങ്ക് ഫുഡ്, നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ, ഫാസ്റ്റ് ഫുഡായിട്ട് വരുന്ന ഭക്ഷണങ്ങളൊക്കെ, പിന്നെ വലിയ ഉള്ളി പച്ചയിൽ കഴിക്കുന്നതൊക്കെ ഗ്യാസ് ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട്. പിന്നെ ഗ്യാസ് ഉള്ളപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ അടുക്കളയിൽ വളരെ സുലഭമായിട്ട് കാണുന്നതാണ് പെരുംജീരകം അല്ലെങ്കിൽ വലിയ ജീരകം എന്ന് പറയുന്നത്. അത് നമുക്ക് കുറച്ച് വായിലിട്ട് ചവച്ചരച്ച് കഴിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്, ഈ കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ പാൽക്കായം ഉണ്ടാവും. പാൽക്കായം, കായം പല പേരുകളിലായിരിക്കും അറിയപ്പെടുന്നത് ഉണ്ടാവുക. ഇത് നമുക്ക് ഒരു നുള്ള വെള്ളത്തിലോ കഞ്ഞിവെള്ളത്തിലൊക്കെ നന്നായിട്ട് കുറുക്കി എടുത്തിട്ട് നന്നാക്കി ഒരു പേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ വയറിന് ചുറ്റും ഒന്ന് തടവി കൊടുക്കുന്നതൊക്കെ ഗ്യാസ് കംപ്ലയിൻറ്റ്സ് ചെറിയൊരു ആശ്വാസം ലഭിക്കാറുണ്ട്. അതുപോലെ നമുക്ക് ഇളം ചൂടുവെള്ളം കുറേശ്ശെയായിട്ട് സിപ്പ് ചെയ്യുന്നത് കുടിക്കുന്നതും ഈ ഗ്യാസ് കംപ്ലയിൻറ്റ്സ് കുറയാൻ സഹായിക്കുന്നുണ്ട്. നമുക്കൊരു ഗ്യാസ് കുടുങ്ങിയിട്ടുണ്ട് എന്നൊക്കെ തോന്നുന്ന ഒരു അവസ്ഥയിൽ വളരെ എളുപ്പത്തിൽ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു വ്യായാമം ഞാൻ പറഞ്ഞു തരാം. ഒരു നിരപ്പായുള്ള പ്രതലത്തിൽ മലർന്ന് കിടന്നിട്ട് നമ്മുടെ ഒരു കാല് നമ്മുടെ നെഞ്ഞോട് ചേർത്ത് പിടിക്കുക. രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിടിച്ച് കാല് നമ്മുടെ നെഞ്ഞോട് ചേർത്ത് പിടിച്ചിട്ട് തല പതിയെ പൊക്കുക. ഇങ്ങനെ കുറച്ച് ഒരു 4-5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തിട്ട് അത് റിലീസ് ചെയ്യുക. അടുത്തത് നെക്സ്റ്റ് കാലം അതുപോലെ ചെയ്യുക. ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഒരു 5-6 ടൈംസ്, ഒരു 5-6 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. അതിനുശേഷം 2 കാലും ഒരുപോലെ ഇങ്ങനെ നമ്മുടെ നെഞ്ഞോട് ചെസ്റ്റ് ഭാഗത്തോട്ട് കൊണ്ടുവന്ന് കൈകൊണ്ട് ലോക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം തല പതിയെ പൊക്കുക. ഒരു 5-6 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തതിന് ശേഷം റിലീസ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസ് കുറയാൻ നന്നായിട്ട് സഹായിക്കുന്ന ഒരു എക്സസൈസാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഞാൻ ഈ പറഞ്ഞ എക്സസൈസ് നിങ്ങളുടെ ഗ്യാസ് കുറയ്ക്കാൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വളരെ ഫലപ്രദമായ രീതിയിൽ ഈ ഗ്യാസ്ട്രിക് കംപ്ലയിൻസിനെ മാറ്റിയെടുക്കാവുന്നതാണ്. നമ്മുടെ ചികിത്സ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ രോഗിയുടെയും ശാരീരിക മാനസിക പ്രത്യേകതകളെ പരിഗണിച്ച് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തി ജർമ്മനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്തിട്ടുള്ള ഹോമിയോപ്പതിക് പൊട്ടൻറ്റൈസ്ഡ് മെഡിസിനുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ രോഗിയുടെയും മരുന്ന് ആ രോഗിയുടെ ശാരീരിക മാനസിക പ്രത്യേകതകൾ അനുസരിച്ച് ആ രോഗിക്ക് മാത്രം അനുയോജ്യമായിട്ടുള്ള ഒന്നായിരിക്കും. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ റിസൾട്ടും ഏറ്റവും ഫലപ്രദമായ രീതിയിൽ തന്നെ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയോ എന്തെങ്കിലും സംശയ രൂപീകരണത്തിന് വേണ്ടിയോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. സ്നേഹത്തോടെ ഞാൻ ഡോക്ടർ ഷംലീന, ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.